ഹലോ ആൽബീസ്, ജൂനിയർ കൊളംബസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ നമ്മളൊരു യാത്രയിലാണ് കേട്ടോ. നമ്മൾ ഇവിടെ ഗോസോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഐലൻഡാണ്, മാൾട്ടയുടെ തന്നെ സ്വന്തം ഐലൻഡാണ്. അപ്പോൾ അവിടേക്ക് നമ്മളൊരു 2 ദിവസത്തെ ട്രിപ്പിന് വേണ്ടി പോവുകയാണ്. അവിടെ നമ്മൾ ഫാം ഹൗസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങൾ പോണ വഴിക്ക് ഞങ്ങൾ പറയാം. ഇപ്രാവശ്യം നമ്മൾ ഫാമിലി മാത്രമല്ല കേട്ടോ, നമ്മുടെ ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരു 10 പേരാണ് പോണത്. എന്താവുന്നത് കണ്ടറിയാം. കുറച്ച് നേരത്തെ ഇറങ്ങണം എന്നൊക്കെ പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിലും ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും വന്നൊന്ന് സെറ്റിലായി ഇറങ്ങിയപ്പോഴത്തേക്കും കുറച്ച് ലേറ്റായി. അവിടെ എത്തിയപ്പോൾ വിചാരിച്ച പോലെ തന്നെ കേട്ടോ, അത്യാവശ്യം ബാക്കിലായിരുന്നു നമ്മൾ. നല്ല ബ്ലോക്കിൽ പെട്ട് കിടക്കണ്ടേ ഞങ്ങള്. കാണുന്നതാണ് ഫെറി. അങ്ങോട്ടേക്ക് എത്താൻ 10-200 കാറുകൾ കിടക്കുന്നുണ്ട്. മിലനൊക്കെ ബോറടിച്ചിരിക്കുന്നുണ്ട്. കൊച്ചിന് പാല് കൊടുക്കുന്നുണ്ട്. അമ്മ അത് കണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെ എടുത്തോണ്ടിരിക്കുന്നുണ്ട്. അതെ. വണ്ടിയോടിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് പിടിച്ചേ കോട്ടെ കോട്ടെ ഓടിക്ക് ഫൈനലി കുറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മള് ഫെറിയിൽ കയറി. ക്ലൈമറ്റ് നല്ല വിൻഡി ആയതുകൊണ്ട് പിന്നെ നമ്മള് പുറത്ത് അപ്പർ ഡെക്കിലോട്ടൊന്നും പോയില്ല. നമ്മള് അകത്ത് തന്നെയാണ് ഇരുന്നത്. ആൻഡപ്പന്റെ കോപ്രായങ്ങളൊക്കെ കണ്ടിട്ട് അലൂസ് നോക്കി നിക്കണ്ടിട്ടാ, എന്തിട്ട് കാണിക്കണെന്നറിയാണ്ട്. അവള് പക്ഷെ നല്ല ഹാപ്പിയാണ്ടാ. അവൾക്ക് ഇങ്ങനെ ട്രാവൽ ചെയ്തിറക്കാനും എല്ലാവരുടെ ഇടയിൽ ഇങ്ങനെ ഇരുന്ന് കാര്യം അന്വേഷിക്കാനും ഭയങ്കര ഇഷ്ടം. അങ്ങനെ പറഞ്ഞ് ഫൈനലി നമ്മൾ ഗോസോയിൽ ഗൈസ്. അവിടെ വന്ന് ഇറങ്ങിയപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ. നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മള് ഫാം ഹൗസിന്റെ ഉള്ളിലോട്ട് എത്തി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നൈറ്റ് ആയതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല വന്ന് കയറുന്നത്. ഞാൻ നാളെ രാവിലെ എടുത്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരുന്നതായിരിക്കും. വന്ന് കയറിയ പാടെ തന്നെ നമ്മൾ എല്ലാവരും കൂടി കിച്ചണിൽ കയറിയിട്ടാ. അപ്പൊ ഇന്നത്തെ മെയിൻ ഷെഫ് ആൻഡപ്പനാണ്. ആൻഡപ്പന്റെ അങ്കമാലി പോർക്ക് കറിയാണ്. ആസ് യൂഷ്വൽ കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാൻ വേണ്ടിയിട്ട് നമ്മള് എല്ലാവരും കൂടി ചെറുതായിട്ടൊന്ന് കലാപരിപാടികളൊക്കെ ഒന്ന് തുടങ്ങി. ആൻഡപ്പനാണെങ്കിൽ കുക്ക് ചെയ്യണതിന്റെ തിരക്കിലാണ് കേട്ടോ. ആൻഡപ്പൻ എവിടെ ചെന്നാലും പോർക്ക് കറി മസ്റ്റാണ്. അങ്ങനെ ആൻഡപ്പന്റെ പോർക്ക് വരട്ട് റെഡി ആയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ നമ്മളതൊക്കെ കഴിച്ച് ബാക്കിൽ 2 സോറയൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ നമ്മൾ അവരോടെല്ലാം പോയി കിടന്നോളാൻ പറഞ്ഞു, ലേഡീസിനോടെല്ലാം. കാരണം അമ്മയും കൊച്ചും ഗിൽസയും ഗീതു ഉണ്ട്. ഗീതു പ്രഗ്നൻ്റ് ആണ്. അപ്പോൾ അവർ ഓൾറെഡി ടയേർഡായി ട്രാവൽ ചെയ്തിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ അവരോട് കിടന്നോളാൻ പറഞ്ഞു. കാരണം ഓൾറെഡി ലേറ്റ് നൈറ്റ് ആയി, ഏകദേശം 12 o'clock ആയി. പിന്നെ ഫാം ഹൗസ് നമ്മൾ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ആംബിയൻസ് ആണ്. ബാക്കിൽ ആ ഓപ്പൺ പൂളും പിന്നെ അവിടെ നിന്ന് നമുക്കൊരു ഭയങ്കര ഓപ്പൺ സ്പേസാണ്. നമുക്ക് അവിടെ നോക്കിക്കഴിഞ്ഞാൽ കടലെല്ലാം കാണാൻ പറ്റും. നമ്മളിപ്പോൾ വന്നപ്പോൾ നൈറ്റ് ആയതുകൊണ്ടാണ് ഒന്നും കാണാൻ പറ്റാത്തത്. മോർണിംഗിൽ ഞാൻ എല്ലാം കാണിച്ചു തരാം.
പരിപാടിയെല്ലാം ഓണായി കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല കേട്ടോ, എല്ലാവരും നേരെ പുള്ളോട്ട് ചാടി. പക്ഷേ നല്ല തണുപ്പുണ്ട് കേട്ടോ ഗൈസ്, നല്ല കോൾഡ് വാട്ടറാണ്, നല്ല വിൻഡി കൂടി ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, ഓൺലി 2 നൈറ്റ്സ് നമ്മളിവിടെ ഉള്ളൂ, പിന്നെ ഉള്ള നൈറ്റ്സ് അങ്ങോട്ട് അടിച്ച് പൊളിക്കാന്ന് വിചാരിച്ചു. മണിക്ക് അളിയൊക്കെ ചാടി വിറച്ചിരിക്കുന്നു. അളിയാക്കാൻ ചാട് ചാടിട്ട് വാ. ചാട് കമാൻ. എടാ അതൊക്കെ കണ്ട എടാ നീയൊക്കെ നോക്കി നിന്നോ. അളിയ അളിയല്ല അവിടെ നിക്കണേ, ഇവരെ കണ്ടുപിടിക്ക്. അളിയനൊക്കെ അവിടെ തണുത്ത് പറിച്ച് നിൽക്കാറുന്നിട്ടാ, അത്രയും തണുപ്പായിരുന്നു വെള്ളത്തിന്. ചാണ്ടപ്പൻ അവിടെ ഒരു കൂസലില്ലാണ്ട് ചാടി ചാടി കളിക്കണ്ടായിരുന്നു. അങ്ങനെ ആ നൈറ്റ് നമ്മളെല്ലാവരും അടിച്ചു പൊളിച്ചിട്ടോ, എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ പൂളിൻ്റെ ഒക്കെ അവസ്ഥ. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഡ്യൂട്ടി അളിയൻ്റെയിലായിരുന്നു. അളിയനായിരുന്നു മെയിൻ ഷെഫ്. ഞങ്ങൾ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് സെറ്റ് ചെയ്യാനുള്ള തന്ത്രപ്പാടിലാണ്. അളിയൻ്റെ സ്കിൽസൊക്കെ കാണാൻ കൂടെ. ഈ ഷെഫിന് ഇത്രയും നല്ല ബ്രേക്ക്ഫാസ്റ്റ് തന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഷെഫിന് ഞങ്ങള് പൊന്നാട അണിയിക്കുകയാണ് വിലൻ. നന്ദിയുണ്ടോ സാർ? നന്ദി മാത്രമേ ഉള്ളൂ. സൂപ്പറായിട്ട് നന്ദികൾ. സെറ്റല്ലേ അമ്മ? ഓക്കേനെ, ഞാന് സൂപ്പറാണ്. ഇതും അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ കറങ്ങാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടല്ല. പോണ വഴി കണ്ട, എങ്ങോട്ടാ പോണെന്ന് ഒരു ഐഡിയ ഇല്ല. എങ്ങോട്ടാ പോണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. ഗൂഗിൾ നമ്മളെ ചതിക്കോ നമുക്കറിയൂല. അമ്മ പോവും. പോണത് ആശ്രീവാലിലോട്ടാണ്. സൂപ്പർ സ്ഥലമാണ്. പക്ഷെ സ്ഥലത്ത് നമ്മ എത്തോന്ന് അറിയില്ല. ഈ ഒരു പോക്ക് കണ്ടിട്ട് എത്തിയാ നിങ്ങളെ ഞാനത് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, അപ്പോൾ കല്ലും മുള്ളൊക്കെ നിറഞ്ഞ വഴിയിലൂടെ ഞങ്ങൾ അതികഠിനമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡെസ്റ്റിനേഷൻ എത്തുമോയെന്നറിയില്ല. എന്തായാലും അടുത്ത വീഡിയോയിൽ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് കാണാം. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. സന്തോഷം പരക്കട്ടെ.